ഇനി നമുക്ക് ഒരു പത വരുന്നതിനും അതുപോലെ ഒരു ക്ലെൻസിങ് പവർ ഒന്നും കൂടി കൂട്ടിക്കൊടുക്കുന്നതിനും പൊതുവേ നമ്മൾ ഓയിലൊക്കെ തേക്കുന്നവരാണെങ്കിൽ ഇത് ചേർക്കണം. അല്ല ഓയിലൊന്നും തേക്കാതെ ആണെങ്കിൽ വാഷ് ചെയ്യുന്നവർ ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ നാച്ചുറലി ഓയിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഞാൻ മുന്നുണ്ടാക്കിയ സോപ്പ് നട്ടിൻ്റെ അവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ 100ലേക്ക് ആഡ് ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 100% ആക്കണം. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് CAPB എന്ന് പറയും, ഷോർട്ട് ഫോമാണ്. അതൊരു ടൈപ്പ് സർഫക്റ്റൻ്റ് എന്ന് പറയും. അത് മെയിൻ സർഫക്റ്റൻ്റ് ആയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്, സർഫക്റ്റൻ്റ്. മെയിൻ സർഫക്റ്റൻറ്റുകൾ വേറെയുണ്ട്. അതിൻ്റെ ഒപ്പം പതയും അല്ലെങ്കിൽ ഒരു ചെറിയ കട്ടിയൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ ഷാമ്പൂവിൽ നാച്ചുറലായിട്ട് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ആഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യേണ്ടത് CAPB ആഡ് ചെയ്യുന്നത് 8%, ഡിസൈൽ ഗ്ലൂക്കോസൈഡാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത്, അത് ഒരു 5%. ഇത് ക്ലെൻസിങ്ങും അതുപോലെ ഇത് മെയിൻ സർഫക്റ്റൻ്റ് ആണ്. ക്ലെൻസിങ്ങും ഒരു പത ഉണ്ടാവുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അലോവേര ജ്യൂസ് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്. അലോവേര ജ്യൂസ് നമുക്ക് 3% ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ് 1% ജിയോഗാർഡ് ECT ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ എസെൻഷ്യൽ ഓയിൽ 2 ടൈപ്പ് എസെൻഷ്യൽ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് 0.25 ആണ്. ബർഗമോട്ട് എസെൻഷ്യൽ ഓയിലും അതുപോലെ ലൈലാക്ക് ഫ്രാഗ്രൻസ് ഓയിലും ആണ്, രണ്ടും കൂടിയുള്ള മിക്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാമ്പു ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തിക്നെസ് കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ തിക്നെസ് കുറയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ കട്ടിയിൽ തന്നെ എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ബോട്ടിലിൽ നമുക്ക് പ്രസ് ചെയ്യുന്ന ബോട്ടിലിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പോരും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.20 ആണ് ഞാൻ ഇതിലേക്ക് സാന്താൻകം ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 1.20 നമ്മൾ സാന്താൻകം ആഡ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻസി. ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.20 എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാട്ടർ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനാവശ്യമുള്ള പ്രിസർവേറ്റീവും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കൺസിസ്റ്റൻസി അടുത്ത് കാണിക്കാം. ഇനി ഇതാണ് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് എനിക്കൊന്നും കൂടി ഇഷ്ടമായത്. മറ്റേത് കുറച്ചും കൂടി തിക്നെസ് കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തല്ലോ, അപ്പോൾ നമ്മുടെ ഫോമുല അതിനനുസരിച്ച് ഞാൻ ഗമ്മിൻ്റെ പെർസെൻറ്റേജ് കുറച്ചിട്ടാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ഫോമുല അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ടൈം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കുറവുകളൊക്കെ നമുക്ക് വരും. അപ്പോൾ അത് നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്കത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതിനാണ് മെയിനായിട്ട് നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ നമുക്ക് നമുക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഫോമുല ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ മെഷർമെൻറ്റിൽ എഴുതുക. അതിനുശേഷം അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോമുലയിൽ അങ്ങോട്ടും അഡ്ജസ്റ്റ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സാന്താൻകം ഇത്രയും ചേർക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അതിൽ ആ സോപ്പിൻ്റെ, അതായത് ഒരു താളിയുടെ ഒരു എഫക്റ്റ് പോലെ നല്ല കട്ടിയിൽ അത് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സാന്താൻകം അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ സോപ്പ് നട്ടിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി തിന്നായിട്ടുള്ള ലിക്വിഡ് കിട്ടും. അപ്പോൾ നമ്മൾ സാന്താൻകം കൂട്ടിച്ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പതയുണ്ട്. ഇത്രയും പത വരാനായിട്ടുള്ള മെയിൻ കാരണം നമ്മൾ CAPBയും ഡിസൈൽ ഗ്ലൂക്കോസൈഡും ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൊണ്ടും കൂടിയാണ്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടുല്ലോ, അതുമ്പോൾ നമ്മൾ നിർത്തണം. വെള്ളം കൂടുന്തോറും അതിൻ്റെ സോപ്പിൻ്റെ എഫക്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.